ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പുതിയൊരു റൈഡ് പോവുകയാണ്. ഇന്നിപ്പം വീക്കെൻഡ് ആയിട്ടുണ്ട്, സാറ്റർഡേ ആണ്. സോ റൈഡ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഇൻ്റർനാഷണൽ ബീച്ച് കോവളം, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം മണി ഏകദേശം 9 മണിയാകാറായി. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ബൈപ്പാസ് കയറിയിട്ട് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നേ. അപ്പം നല്ല വിഷ്വൽസ് കിട്ടും. സോ കോവളത്ത് ഏകദേശം 3 ബീച്ചാണ് ഉള്ളത്. ലൈറ്റ് ഹൗസ് ബീച്ചുണ്ട്, ഹവാ ബീച്ചുണ്ട്, പിന്നെ സമുദ്ര ബീച്ചുണ്ട്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ടാണ്. കാരണം അതാണ് മെയിൻ ബീച്ച്. അവിടെയാണ് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നതും. കുറേ നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ്സൊക്കെ മെയിൻലി ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മൾ ഈ ഗോവൻ സ്റ്റൈലിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ റെസ്റ്റോറൻറ്റ്സ് ആണ്. സോ നമ്മൾ ഇന്ന് ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്, ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ. ഹവാ ബീച്ച് ഒരു ചെറിയ ബീച്ചാണ്, അതൊരു ഈവനിങ് ബീച്ചാണെന്ന് പറയാം. നമുക്ക് ഈവനിങ് ടൈമാണ് അത് കൂടുതൽ ആക്റ്റീവായിട്ട് കാണുന്നത്. പിന്നെ അതൊരു ചെറിയ ഏരിയയിലാണ്. ബീച്ചിപ്പോൾ 9 മണിയൊക്കെ ആറായതുകൊണ്ട് ഒത്തിരി ലോറിയും കണ്ടെയ്നേഴ്സൊക്കെ എക്സിറ്റ് അടിക്കുന്ന ടൈമാണ്. സിറ്റിക്കകത്ത് നല്ല രാത്രി കയറിയ ലോറിയെല്ലാം. കാരണം ഇതിപ്പോൾ ഒരു മെയിൻ ഹൈവേ ആയിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം പോകുന്ന മെയിൻ ഹൈവേ ആണിത്, വിഴിഞ്ഞ സീ പോർട്ട്. സോ ലോറിയെല്ലാം ഈ ഒരു ടൈമാണ് എക്സിറ്റ് അടിച്ച് പോകുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് വേണം എല്ലാവരും വണ്ടി ഓടിക്കുക ഈ ഒരു ടൈം ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടും ഒരു ഷോർട്ട് റൈഡ് പോകാമെന്നുള്ളതും കൊണ്ടാണ് ഈ ഒരു കോവളം ബീച്ച് തന്നെ ചൂസ് ചെയ്തത്. അത്യാവശ്യം ഭയങ്കര ഒരു ഒരു ഇൻ്റർനാഷണൽ ബീച്ചാണെന്ന് പറയാം. പിന്നെ സാൻഡ്, ബ്ലാക്ക് സാൻഡാണ് വരുന്നത്, കറുത്ത മണലാണ് ഈ ഒരു ബീച്ചിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ശംഖുമുഖത്ത് കണ്ടത് അതൊരു ഗോൾഡൻ സാൻഡ് കൈൻഡ് ഓഫ് ബീച്ചാണ്. പക്ഷേ കോവളം ബീച്ച് ബ്ലാക്ക് സാൻഡ് ബീച്ചായിട്ടാണ് വരുന്നത്. നമുക്ക് കറുത്ത മണൽ കാണാം. അത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. സോ ഒരു ദിവസം രാവിലെ നമുക്ക് റൈഡ് പോകണമെന്നൊക്കെ വെച്ചാൽ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ ഒരു കോവളത്തെ ലൈറ്റ് ഹൗസ് ബീച്ച്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഹവാ ബീച്ചും സമുദ്ര ബീച്ചും വരുന്നത്. സമുദ്ര ബീച്ച് കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയാണ്. നമ്മൾ അത് പാസ് ചെയ്തിട്ടായിരിക്കും ഈ ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് പോകുന്നത്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കയറാനൊക്കെ പറ്റും. എന്തോ ചെറിയ എമൗണ്ട് എന്തൊക്കെയുള്ളൂ ടിക്കറ്റ്. നമുക്ക് അതിൻ്റെ ടോപ്പിൽ കയറാം, നല്ല കിടിലം വ്യൂ കിട്ടും. പിന്നെ ഈ കോവളം ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ക്രിസൻറ്റ് ഷേപ്പിലിരിക്കുന്ന ഒരു ബീച്ചാണ്. നല്ല രസമാണ് കാണാൻ. അതാ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നത്. പിന്നെ വാട്ടർ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വൃത്തിയുള്ളൊരു ബീച്ചാണെന്ന് പറയാം. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് ഈ ബീച്ചിൽ. നമുക്ക് അത്യാവശ്യം കടലിലോട്ട് ഇറങ്ങാൻ പറ്റും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടെ നിന്നിപ്പം നമ്മൾ തിരുവല്ല എത്താറായി. തിരുവല്ലയിൽ അത് തിരുവല്ല കഴിയുമ്പോൾ ഒരു ടോളുണ്ട്. കുറച്ച് റേറ്റ് കൂടിയ ടോളാണെന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ തിരുവല്ല പരശുരാമ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. എല്ലാവരും ഓഫീസിൽ പോകുന്ന തിരക്കിലാണ്. പതുക്കെയൊക്കെ വണ്ടി ഓടിച്ചാൽ കൊള്ളാം. ഈ റോഡ് കണ്ടിട്ടുണ്ട്? ഈ റോഡ് ഒരു വല്ലാത്തൊരു റോഡാണ്. 2 സൈഡിലും വണ്ടി വരുന്നുണ്ട്. ഈ ഒരു സിംഗിൾ ലൈനിൽ കൂടെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. കണ്ടോ, ബസ്സൊക്കെ വരുന്നുണ്ടോ? കുറച്ച് ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു റോഡാണ് എല്ലാവരും. ഈ റോഡിന് അവർ വേറെ എന്തെങ്കിലും വഴി കാണണം ഈ സൈഡിൽ കൂടെ പോകാൻ വേണ്ടിയേ. ഇങ്ങനെ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഒത്തിരി ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇതാണ് പരശുരാമ ക്ഷേത്രം, തിരുവല്ല. നമ്മളിതാ ഇനി ആ ഒരു ടോൾ പ്ലാസ റൂട്ട് പോയി, ടോൾ പോകാത്ത ഒരു ആ റൂട്ട് വഴി പോയാലും പറ്റും. കുറച്ചൊന്ന് കറങ്ങി പോകണമെന്നേ ഉള്ളൂ, പക്ഷേ ടോൾ കട്ട് ചെയ്യാൻ പറ്റും. ടോളിൻ്റെ റേറ്റ് അറിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ റൂട്ട് എടുത്തുനിന്ന് വരും. കാരണം 1 സൈഡ്, ഇപ്പം ഞാൻ ഇവിടുന്ന്
കാറിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വൺ സൈഡ് ഏകദേശം 160 രൂപയാണ് ഈ ഒരു ടോൾ വരുന്നത്. ജസ്റ്റ് വൺ സൈഡ്. തിരിച്ചു വരാൻ 80 റുപ്പീസ്. അപ്പം നല്ലൊരു എമൗണ്ട് ഈ ഒരു ടോളിന് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 വീലർ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കതൊന്നും ഇല്ലാതെ അങ്ങ് സുഖമായിട്ട് പോയിട്ട് വരാം. 160 അല്ല 155. നേരത്തെ 160 തോന്നുന്നു. ഇപ്പം 155 ആക്കിയിട്ടുണ്ട്. അവർ പുതിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നു. 5 രൂപ ഡിസ്കൗണ്ട് ആണെന്ന് തോന്നുന്നു. ഇതാണ് ആ ഒരു ടോൾ, തിരുവല്ലം ടോൾ പ്ലാസ. എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു സ്ഥലമാണ്. തിരുവല്ലയാണോ തിരുവല്ലം ആണോ? നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ളത് തിരുവല്ലം ആണ്, ഇവിടെ പത്തനംതിട്ട ഉള്ളത് തിരുവല്ലയാണ്. ഇത് കുറച്ച് റേറ്റ് കുറയ്ക്കണമായിരുന്നു. അവർ ഭയങ്കര റേറ്റിലായി ഒരു ടോൾ പ്ലാസ റൺ ചെയ്യുന്നത്. റോഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ റോഡ് കൊള്ളാം. പക്ഷെ നമ്മൾ ഇഞ്ചക്കൽ ബൈപ്പാസ് വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഇപ്പോൾ പണി കിടക്കുകയാണ്. പണി കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. എന്തായാലും പണി നടത്തിയാലല്ലേ ശരിയാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ കാണുന്ന ഒരു സ്ട്രെയിറ്റ് നല്ലൊരു സ്ട്രെച്ചാണ്. ഇവിടെയാണ് പല പയ്യന്മാരും ബൈക്ക് റേസ് ചെയ്യുന്നതും സ്പീഡ് കയറ്റുന്നതും എല്ലാം. നല്ലൊരു സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. പക്ഷേ ആരും ആ പരിപാടിക്ക് വേണ്ടി ഇങ്ങോട്ട് വരില്ല, കാരണം ഒട്ടും സേഫ് അല്ല. നിങ്ങൾ ഈ കാണുന്ന ചെടികൾ കണ്ടോ? ഈ ചെടികളുടെ ഇടയിൽ ഇവിടെ ഈ ഏരിയ താമസിക്കുന്നവർ അവിടെ നിന്ന് അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഈ ചെടിയുടെ ഇടയിൽ നിൽക്കും. അപ്പോൾ ലോങ് നിന്ന് വരുന്നവർ കാണില്ല, അവർ അത്യാവശ്യം സ്പീഡായിരിക്കും. ദേ കണ്ടോ ഒരാൾ ക്രോസ് ചെയ്യുന്നത്, അയാൾ ആ ചെടിയുടെ ഇടയിൽ നിന്നാണ് ക്രോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. സോ ഈ റോഡ് ഒരിക്കലും സ്പീഡ് കയറാൻ വേണ്ടി യൂസ് ചെയ്യല്. നിങ്ങൾക്ക് കൺട്രോൾ കിട്ടും. ഇനി ഇവിടെ മിനിമം സ്പീഡ് എനിക്കൊണ്ട് 80 എന്തോ ആണെന്ന് തോന്നുന്നു. 80 50 60 എന്തോ ആണ്. എന്തായാലും നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓട്ടിക്കണം, കാരണം സെൻറ്ററിന് ആണ് ആൾക്കാർ ക്രോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നിർത്താനുള്ളൊരു ടൈം കിട്ടും ആരെങ്കിലും ഇൻ കേസ് ക്രോസ് ചെയ്താലും. പക്ഷെ ഓവർ സ്പീഡ് ആരും ചെയ്യല്, ഹൈ റിസ്ക് ആയിട്ടുള്ള റോഡാണ്. അറിഞ്ഞൂടാത്തവരായിരിക്കും ഓവർ സ്പീഡ് ചെയ്ത് പോകുന്നത്. കുറച്ച് സ്ഥലത്ത് സെൻറ്ററിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ യൂസ് ഇല്ല. ആൾക്കാർ ഇവിടെ അത് താമസിക്കുന്നവർ ആ ബാരിക്കേഡ് ക്രോസ് ചെയ്താണ് ഇപ്പുറത്ത് ചാടുന്നത്. അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു സിഗ്നലിൽ നിൽക്കുകയാണ്. ഇനി ഒരു സിഗ്നലും കൂടെ കഴിയുമ്പോൾ നമ്മൾ കോവളം ലൈറ്റ് ഹൗസ് ബീച്ച്, അതായത് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്ററേ ഉള്ളൂ ലൈറ്റ് ഹൗസ് ബീച്ച്. ഇവിടെയൊക്കെ സ്പീഡ് 50 കിലോമീറ്ററാണ്, കാരണം ഒത്തിരി ആക്സിഡൻറ്റ്സ് നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് സ്പീഡ് 50 കിലോമീറ്ററാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും സേഫായിട്ട് റൈഡ് ചെയ്യണം. നല്ല വിശാലമായ റോഡാണെന്ന് പറഞ്ഞ് കൈ ഒടുക്കലിൽ 8ൻ്റെ പണി കിട്ടും. സേഫായിട്ട് ഓടിക്കേണ്ട ഒരു റോഡാണ്. ഈ റോഡിൽ നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നല്ല നല്ല പെയിൻറ്റിങ്സ് കാണാം. ഇത് ഭയങ്കര ഭംഗിയുള്ള പെയിൻറ്റിങ്സുകളാണ്. ഇപ്പുറത്തും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. ഇത് രാത്രി ചില ടൈമൊക്കെ ഇവിടെ ലൈറ്റ് ഇടുമായിരുന്നു. ഇപ്പോൾ ഇടാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ഇന്നലെ ഈ റൂട്ട് നൈറ്റ് വന്നപ്പോഴും ലൈറ്റൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഇടാറില്ല. എന്തെങ്കിലും നമ്മുടെ നാട്ടിലൊരു വിശേഷ ദിവസം, അതായത് ഓണം, ആ ഒരു ഫെസ്റ്റീവ് ടൈമൊക്കെ ആകുമ്പോൾ അവർ ലൈറ്റ് ഇടാറുണ്ട്. ഇവിടെ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇതായിരുന്നോ എന്നൊരു ഡൗട്ടുണ്ട്. അവരിപ്പം ബിൽഡിംഗ് എന്തോ കെട്ടുവാണ്. സോങ് ഓഫ് ദ സീ ഏതോ ഹോട്ടലാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇതിപ്പോൾ കോളം ജംഗ്ഷനാണ് ഗൈസ്. ഈ കോളം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്താണ് നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകുന്നത്. സമുദ്ര ബീച്ച് പോകുന്ന വേറെ റൂട്ടാണ്. ഇപ്പം നമുക്ക് ലൈറ്റ് ഹൗസും ഹവാ ബീച്ചും പോകാൻ പറ്റുന്ന ഒരു ജംഗ്ഷനാണിത്.
സമുദ്ര ബീച്ച് പോകേണ്ട റോഡ് നമ്മൾ പാസ് ചെയ്താണ് വന്നത്. ആ ആ ഒരു ചേച്ചിയുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നതാണെന്ന് തോന്നുന്നു. അതെ, നമ്മൾ സ്ട്രെയിറ്റ് പോയാൽ നമുക്ക് വിഴിഞ്ഞം പോകാൻ പറ്റും ഗൈസ്. വിഴിഞ്ഞം റൂട്ട് സ്ട്രെയിറ്റും ലെഫ്റ്റ് എടുത്താലും വിഴിഞ്ഞം പോകാം. ലെഫ്റ്റ് എടുത്ത് പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഈ സ്ട്രെയിറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. വിഴിഞ്ഞത്തിൻ്റെ മെയിൻ റൂട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് തന്നെയാണ് നല്ലത്. ഇവിടെ കണ്ടെയ്നർ റൂട്ട് ഉടനെ വരുന്നുണ്ട്. നമ്മളിവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ ബീച്ചിൻ്റെ ഏരിയയിലോട്ട് പോവുക. നമുക്ക് ലൈറ്റ് ഹൗസ് ബീച്ച് പോകണോ ഹവാ ബീച്ച് പോകണോ? നമുക്ക് ഫസ്റ്റ് ഒന്ന് ഹവാ ബീച്ച് വരെ പോയിട്ട് വരാം. ഹവാ ബീച്ച് ചെറിയ ബീച്ചാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് ഹൗസ് ബീച്ചിൽ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്, നല്ല നല്ല റിസോർട്ടുണ്ട്. പിന്നെ ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽസ് ടർട്ടിലോൺ ബീച്ചുണ്ട്, പിന്നെ ലീലയുണ്ട്. ലീലയാണോ ഇപ്പോൾ? അത് ലീല മാറി, ഇപ്പോൾ അത് റാവിസാണ്. സോ അതെല്ലാം ഈ ഒരു ഏരിയയിലാണ്. നമ്മൾ ഹവാ ബീച്ച് പോകുന്ന റൂട്ടിലാണ് ആ ഒരു റിസോർട്ട് ഹോട്ടൽ. എന്നും വലിയ തിരക്കെപ്പോഴും കാണാറില്ല. ഈവനിങ് ടൈം ചില ടൈമൊക്കെ തിരക്ക് ഉണ്ടാവും, എങ്കിലും കുഴപ്പമില്ലാതെ പോയി വരാനൊക്കെ പറ്റും. സൺഡേയ്സൊക്കെ അത്യാവശ്യം നല്ല തിരക്കാവും പാർക്കിങ്ങിലൊക്കെ. നമ്മൾ ആ സ്ട്രെയിറ്റ് കാണുന്ന റോഡാണ് ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് പോകേണ്ടത്. നമുക്ക് തൽക്കാലം ഹവാ ബീച്ച് വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. നിങ്ങളിതാ ഈ നേരെ കാണുന്ന ഈ ഹോട്ടലിൽ, ഇതാണ് ടർട്ടിൽ ഓൺ ദ ബീച്ച് എന്ന് പറയുന്ന ഹോട്ടൽ, ഗോകുലം. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ഇവിടെ കുറേ ഹോട്ടൽസൊക്കെ അടുത്തടുത്തുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ ഒന്നും ഓപ്പൺ ആയിട്ടില്ല, മണി 9 മണിയതേ ഉള്ളൂ, ഒന്നും ഓപ്പണായി തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ഈ നേരെ കാണുന്നതാണ് ലീല ഹോട്ടൽ, ഈ ബീച്ച് ഹോട്ടൽ. ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ലക്ഷറി ഹോട്ടലാണ്. പെർ ഡേ ഏകദേശം മിനിമം ഒരു 84,000 വരും ഒരു റൂമിന്. ഇതെല്ലാം അവരുടെ ഏരിയയാണ് ലീല ഹോട്ടലിന്. ഫുൾ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്സും ഇവിടെ വെച്ച് വെഡ്ഡിങ്ങിൻ്റെ ഫങ്ഷൻസും, പിന്നെ ഇവിടെ തന്നെ വേറെ കഫേയും അങ്ങനെയെല്ലാം ഉണ്ട്. ഈ റൈറ്റ് സൈഡും അവരുടെ ഏരിയയാണ്. ഇതവരുടെ റെസ്റ്റോറൻ്റാണ്, ഇത് ടൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് പ്രൈവറ്റ് ബീച്ചുണ്ട്, അവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബീച്ച് ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ ടൈറ്റ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വന്നാലും നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, ആ ഒരു ബീച്ച്. സോ ഗൈസ്, ഇതാണ് ഹവാ ബീച്ച്. ഓ, ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി പേരുണ്ട്, വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ. ടൂറിസ്റ്റ് ടൈമാണ്. ഈ ബീച്ച് ഇപ്പം കുറേ കൂടെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ, അവർ വൃത്തിയാക്കുന്നുമുണ്ട്. വെള്ളം കണ്ടോ, ഭയങ്കര നീറ്റായിട്ടുണ്ട് വെള്ളം. സോ ഗൈസ്, അതാണ് ലീല ഹോട്ടല്. ഇതാണ് നമ്മുടെ ഹവാ ബീച്ച്. ഇവിടെ ഒത്തിരി ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. ബീച്ച് നല്ല വൃത്തിയായിട്ടുണ്ട്. ആ സൈഡൊക്കെ ഇപ്പം പോകാൻ പറ്റും. നേരത്തെ കടലിൽ കയറി കിടക്കുമായിരുന്നു, ആ സൈഡൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം എന്തായാലും നല്ല കിടിലമായിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം ഇപ്പോൾ കോവളം ബീച്ച് ഓണാണിതോ ടൂറിസ്റ്റ് ബസ്സുകൾ.
വരുന്നുണ്ട്. ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ആ ഒരു ഏരിയയാണ് പ്രൈവറ്റ് ബീച്ച് വരുന്നത്. ലീലയുടെ ആ ഒരു ഹട്ട് പോലെയൊക്കെ വെച്ചിരിക്കുന്നില്ല അവിടെ. നിങ്ങളവിടെ റെസ്റ്റോറൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങാം. സോ ഗൈസ്, ഞാനിപ്പോൾ ഈ ടാങ്ക് ബാഗാണ് യൂസ് ചെയ്യുന്നത്. റൈനോക്സിൻ്റെ നല്ല ഒരു കിടിലം ബാഗ് കേട്ടോ. മാഗ്നറ്റിക് ടാങ്ക് ബാഗാണ്, 10 ലിറ്റേഴ്സിൻ്റെയാണ്. ഇതിൻ്റെ അകത്താണ് ഞാൻ ക്യാമറയുടെ ആക്സസറീസ് എല്ലാം വെച്ചേക്കുന്നത്. സോ കൊണ്ടെടുക്കാനും കൂടെ നമുക്ക് വേണമെങ്കിൽ മൊബൈലിലൂടെ വയ്ക്കാം. പിന്നെ ഒരു വാട്ടർ പ്രൂഫ് കവറുണ്ട്. പിന്നെ കുറേ യൂസുള്ളൊരു ബാഗാണ്. സോ ഗൈസ്, നമുക്ക് ഇനി ലൈറ്റ് ഹൗസ് ബീച്ചിന് അങ്ങോട്ട് പോവാം. ലൈറ്റ് ഹൗസ് ബീച്ച് ഭയങ്കര വലിയ ബീച്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആ കാണുന്നില്ലേ, ആ ലീല ഹോട്ടലിൻ്റെ അപ്പുറത്തെ സൈഡാണ്. പിന്നെ അവിടെ കുറേ പേര് വന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹവ ബീച്ച് ഗൈസ്. ഇവിടെ ആണെങ്കിൽ നല്ലപോലെ കുളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അത്യാവശ്യം കടലിൽ നമുക്ക് ഇറങ്ങാനും പറ്റും. വെള്ളവും നല്ല നീറ്റാണ്. കോവളം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലെവൽ ബീച്ചാണ്. സോ നല്ല വൃത്തിയും നല്ല മെയിൻറ്റെയിൻഡുമാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ, നമ്മൾ വിചാരിക്കാൻ പറ്റാത്തത്ര ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണ്. കേരളം കാണാൻ വരുന്ന മിക്ക ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണ് കോവളം. പിന്നെ വരുന്നത് ആലപ്പുഴ, ആ സൈഡാണ്, കുമരകം അങ്ങോട്ടൊക്കെയാണ്. നമുക്കിനി ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ ആ സൈഡ് നോക്കാം. ഇതാണ് നമ്മൾ ലൈറ്റ് ഹൗസ് ബീച്ചിൽ പോകുന്ന വഴി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റോഡ് ഭയങ്കര കുത്തനെ ഒരു ഇറക്കമാണ്. ഇപ്പോൾ നിങ്ങൾ കാറിലെങ്ങാനാണ് വരുന്നതെങ്കിൽ നല്ല ഡ്രൈവിങ് അറിയാമെന്നുള്ളവർ മാത്രമേ ഈ റോഡ് താഴെ ഇറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ തിരിച്ച് കയറ്റാൻ പാടായിരിക്കും. ഒത്തിരി ആക്സിഡൻറ്റ്സ് അങ്ങനെ നടക്കാറുണ്ട്. വണ്ടി കയറാറില്ല, വണ്ടി ബാക്കിലോട്ട് പോവും, വേറെ വണ്ടികളിൽ ചെന്ന് ഇടിക്കും. അത്ര ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കമാണ്. അതുകൊണ്ട് ഡ്രൈവിങ് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഇങ്ങോട്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങുള്ളൂ. പിന്നെ വണ്ടി അത്യാവശ്യം പവറുള്ളതുമായിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോ ഹോൾഡ് എന്നൊക്കെ പറയുന്ന ഫങ്ഷൻ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യും. അതല്ലാണ്ട് പഴയ മോഡൽ കാറുകളൊക്കെ കൊണ്ടുവരുന്നവർ ഹാഫ് ക്ലച്ച് ഇട്ട് എടുക്കാനുള്ള നല്ല എക്സ്പീരിയൻസ് വേണം. മെച്ചി ഒന്ന് സൈഡ്. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ അവിടെ എത്തി. ഇവിടെ പാർക്കിങ്ങിന് ഫീ ഉണ്ട്. ബൈക്കിന് ഫീ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. കാറിന് എന്തായാലും ഫീ ഉണ്ട്. നമുക്കെന്തായാലും നോക്കാം. ഇന്നെന്ന് പറഞ്ഞിട്ട് എവിടെ വയ്ക്കുന്നത്? നമുക്ക് കുറച്ച് സ്ട്രീറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്. ഇവിടെ ഫുൾ മണ്ണ് കുഴിഞ്ഞിരിക്കുക. പിന്നെ ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഒരുപാട് പട്ടികളുണ്ട്. ആരും ഫീഡ് ചെയ്യാനൊന്നും പോകല്, കടിയിട്ടും. അതിവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ കയ്യിലല്ല പിടിച്ചേക്കുന്ന കേസ്. ഞാൻ ക്യാമറ നെക്ക് ബാൻഡിൽ വെച്ചേക്കാണ്. നമുക്ക് കാണിച്ചു തരാം. നെക്ക് ബാൻഡിലാണ് ഇട്ടേക്കുന്ന ക്യാമറ. അതുകൊണ്ട് കൈ ഫ്രീ ആയിരിക്കും. വേണ്ടോ? ബീച്ച് ഉണ്ടോ ഗൈസ്? നല്ല ക്ലിയർ വെള്ളം, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള വാട്ടർ. കിട്ടില്ല. നല്ലൊരു ഫോട്ടോ എടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, വന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് ഇനി ആ സൈഡിലോട്ട് പോകാം. അവിടെയാണ് ഇതൊക്കെ റെസ്റ്റോറൻ്റ് ആണ്, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 12 മണിയൊക്കെ കഴിയായിരിക്കും.
ഇത് നമ്മുടെ ശംഖുമുഖം ബീച്ച് പോലെയല്ല, ഇത് ഭയങ്കര വലിയ ബീച്ചാണ്. ഈ ഒരു ലൈറ്റ് ഹൗസ് ബീച്ച് തന്നെ 3ആയിട്ട് കിടക്കുക. നമുക്ക് ആ ഒരു ഏരിയ കാണാം, ഈ ഒരു ഏരിയ കാണാം, ഇതിൻ്റെ അപ്പുറത്തൊരു ഏരിയ ഉണ്ട്, അവിടെ കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ കുറേ റെസ്റ്റോറൻറ്റുകളും പിന്നെ കുറേ ഷോപ്പുകളുണ്ട്. അതായത് ട്രഡീഷണൽ കേരള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ, ഷോള് അങ്ങനെയുള്ള. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ്, റോക്ക് കഫേ. പിന്നെ ഇവിടെ സ്പീഡ് ബോട്ട് സർവീസസ് ഉണ്ട്. ഇവിടെ സ്പീഡ് ബോട്ട് സർവീസസ് നമുക്ക് എടുക്കാം. ടാറ്റൂ സ്റ്റുഡിയോസ് ഉണ്ട്, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. വെള്ളം ഭയങ്കര ക്ലീനായിട്ട് ഇറങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയാലും കുറേ റെസ്റ്റോറൻറ്റ്സും കടകളൊക്കെയാണ്. നമുക്ക് തൽക്കാലം ബീച്ചിലോട്ട് ഇറങ്ങാം, ബീച്ചിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഇവിടുത്തെ മണൽ കണ്ടോ, ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. അതാണ് ഇതിനെ ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പറയുന്നത്. ഈ നിങ്ങൾ ആ ദൂരെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. എത്രത്തോളം കാണാൻ പറ്റുന്നെന്ന് എനിക്കറിഞ്ഞൂടാ. അതാണ് ലൈറ്റ് ഹൗസ്. പിന്നെ ഇവിടെ ഫുൾ നമുക്ക് ബെഡുണ്ട്. എനിക്ക് തോന്നുന്നു 200 or 250 എന്തോ ആണ് ബെഡ്. അതെടുത്താൽ നമുക്ക് അവിടെ സുഖമായിട്ട് കിടക്കാം. കിട്ടില്ല, അത്യാവശ്യം വെയിലുണ്ട്, ബട്ട് കുഴപ്പമില്ല. കടലിൽ നല്ല ഇറങ്ങി, കടലിൽ ഇങ്ങ് വരെ കയറിയതായിരുന്നു, ഈ ഒരു ഏരിയ വരെ കയറിയതായിരുന്നു. നല്ല ഇറങ്ങിയിട്ടുണ്ട്. 2 കണ്ടെയ്നർ വെസൽസ് കിടപ്പുണ്ട് അവിടെ ദൂരെ. നമുക്ക് കാണാൻ പറ്റുന്നോ എന്നെനിക്കറിയത്തില്ല. ജസ്റ്റ് ഒന്ന് മൊബൈലിലൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? 2 എണ്ണം കിടപ്പുണ്ട്. 1, 2. ഇതാണ് കോവളത്തെ മെയിൻ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച്. നിങ്ങൾക്ക് ലൈറ്റ് ഹൗസിൽ കയറാം, മുകളിൽ കയറാം. ഇപ്പോൾ ഓപ്പൺ ആണെന്ന് അറിഞ്ഞൂടാ, 10 മണിയൊക്കെ ആവുമായിരിക്കും ചിലപ്പം. ഇവിടെ ഒത്തിരി പേര് കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഫുൾ ആ കാണുന്ന എല്ലാ ഹോട്ടൽസുകളാണ്. നിങ്ങൾക്ക് വന്ന് സ്റ്റേ ചെയ്യാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട്, കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ട്. നമ്മൾ ആ സൈഡിൽ കൂടെ വന്നത്, അവിടെ ലീലയുടെ പ്രൈവറ്റ് ബീച്ചും ഹോസ്റ്റലെല്ലാം വരുന്നത്, ഹോട്ടലെല്ലാം വരുന്നത്. ഫുൾ ബെഡാണ് കേസ്. അങ്ങ് അറ്റം തൊട്ട് ആ പാറ കാണുന്ന തൊട്ട് ഇന്ന് വരെ ബെഡാണ്. ഈ ബോട്ട് കിടക്കുന്ന നല്ല രസമുണ്ട് കേസ്. ഒരു ഫോട്ടോ എടുത്തേക്കാം. അവിടെ ഒരു സായിപ്പ് കിടന്ന് യോഗ ചെയ്യുന്നു. ബീച്ച് നല്ല ക്ലീനായിട്ട് കിടക്കുക ബീച്ച്. അത്യാവശ്യം വെയിലുണ്ട് ഗൈസ്. നമുക്ക് ആ പാറയുടെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. മേ ബി ഇവിടുത്തെ ലോക്കൽസൊക്കെ പോവുമായിരിക്കും, അവർക്ക് ആക്സസ് കാണും. അവരവിടെ ഫിഷ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒക്കെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. 9:30 ആയിട്ടേ ഉള്ളൂ. ഒരു 10-11 മണിയാവും ഷോപ്പുകളൊക്കെ ഒരു ഇത് ഓപ്പൺ ആയി തുടങ്ങാൻ. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഏർലി മോർണിംഗൊക്കെ വന്നാൽ നമുക്ക് മീൻ പിടിക്കാൻ തിരിച്ച് വരുന്ന ടൈമാണ്. ഈ ബോട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ടൈമാണ്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഉള്ള നല്ലൊരു ബീച്ച്. ഇവിടെ വരാൻ പറ്റിയ ടൈമെന്ന് പറഞ്ഞാൽ ഒരു ഏർലി മോർണിംഗ് ഉണ്ട്. ഇപ്പോൾ വെയിലിറങ്ങി തുടങ്ങി. ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്കും. ബാക്കി ഫോറിനേഴ്സ് ടാൻ ആവാൻ വേണ്ടി വരുന്നവരാ, നമ്മൾ ടാൻ മാറ്റാൻ വേണ്ടി നടക്കുന്നവരാ. അതുകൊണ്ട് നമുക്ക് പറ്റിയതല്ല. നമ്മൾ വരുന്നെങ്കിൽ ഒരു ഏർലി മോർണിംഗ് വരണം, ഒരു 7 ഒക്കെ ആകുമ്പോൾ വരണം. എന്നിട്ട് പിന്നെ വരേണ്ടത് ഒരു 4:35 ഒക്കെ ആവുന്നതിന് മുമ്പ് വരണം. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ വന്നത് ആ ബെഡ് എടുത്തിട്ട് ഒരു കൊടേര മൂട്ടിക്കിടക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ കടകളാണ് ഉള്ളത്. എല്ലാ കടകളും ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. സ്പീഡ് ബോട്ടുകൾ പുറത്തോട്ട് ഇറക്കുക ഗൈസ്. അവിടെ സ്പീഡ് ബോട്ട് റേറ്റ് അത്യാവശ്യം ഉണ്ട്.
കറക്റ്റ് എത്രയെന്ന് അറിയില്ല. എല്ലാ ഫോറിനേഴ്സിൻ്റെ ചാർജ് ചെയ്യുന്ന ആ റേറ്റ് ആയിരിക്കും. നമുക്കിനി തിരിച്ചു പോകാം. ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു ഇൻ്റർനാഷണൽ ബീച്ചിൽ നമുക്കുള്ളത്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ച്, എല്ലാം സ്റ്റേക്ക് പറ്റിയ ഹോട്ടൽസാണ്. ഇതൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ്. നമ്മൾ ലീലേനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. ഇതിലേക്ക് പെർ ഡേ 64, 84, 1 ലക്ഷം അതിന് മുകളിലൊക്കെ റേറ്റ്. ലൈഫ് ഗാർഡ് എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഒരു പേടിക്കേണ്ട കാര്യമില്ല. അവർ കറക്റ്റായിട്ട് നമ്മളെ നോക്കിക്കോളും. അപ്പം നമ്മൾ ലൈറ്റ് ഹൗസ് ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബീച്ച് നല്ല കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നല്ലതുപോലെ വന്ന് കുളിക്കാനൊക്കെ പറ്റിയ ടൈമാണ്. ബീച്ചൊന്നും കയറിയിട്ടില്ല. നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള ഒരു കണ്ടീഷനിലാണ് കിടക്കുന്നത്. പിന്നെ നല്ല വൃത്തിയും ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഭയങ്കര വൃത്തിയുണ്ട്. ബീച്ച് സൈഡ് നല്ല വൃത്തിയുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുക നമ്മൾ കോവളം ഇൻ്റർനാഷണൽ ബീച്ച്. ഇപ്പോഴാണ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം. നിങ്ങൾ ഈ ഒരു സ്റ്റീപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിപ്പം ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും സ്കൂട്ടറിലാണെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങളപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസ് ബീച്ചിൽ വരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഒരു രാവിലെ ഒരു 6:30, 7, 8, 9 വരണം. അത് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. പിന്നെ നിങ്ങൾ വരേണ്ട ടൈം എന്ന് വെച്ചാൽ ഒരു 4 മണിക്ക് ശേഷം വരണം. അപ്പോഴത്തേക്ക് വെയിലൊന്ന് താഴ്ന്നു തുടങ്ങും. നല്ല ഭംഗിയായിരിക്കും അപ്പോഴും കാണാനും. ഒരു ഭംഗിയുള്ളൊരു ബീച്ച് തന്നെയാണ് ട്രിവാൻഡ്രത്തെ ഈ ഒരു കോവളം ഇൻ്റർനാഷണൽ ബീച്ച്. നിങ്ങൾ പ്രത്യേകിച്ച് വരേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റ് ഹൗസ് ബീച്ചിൽ തന്നെ വരണം. നിങ്ങൾക്ക് ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഫുഡ് ഐറ്റംസ്, കാരണം മെയിൻലി ഫോറിനേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പം ഫുഡ് ഐറ്റംസ് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ ഡിന്നറൊക്കെ കഴിക്കാൻ വരേണ്ടത്. ഡിന്നറാണെങ്കിലും ലഞ്ചാണെങ്കിലും. അപ്പം ഈ ഒരു റൈഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നല്ല കിടിലൻ ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു, ബൈ ഗൈസ്.